ഈ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ദാരുണമായ വിമാന അപകടത്തിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ദക്ഷിണ കൊറിയയിൽ യാത്രാ വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ 179 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അപകടമുണ്ടായത്. 175 യാത്രക്കാരും 6 ജീവനക്കാരും അടക്കം 181 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ജീവനോടെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ച 2 പേരുടെ നില ഗുരുതരമാണ്. ലാൻഡിങ്ങിനിടയിൽ റൺവേയിൽ നിന്നും തെന്നിമാറിയ വിമാനം വിമാനത്താവളത്തിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ലാൻഡിങ്ങിനുള്ള ശ്രമത്തിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി മതിലിലേക്ക് ഇടിച്ചു കയറിയ വിമാനം നിമിഷങ്ങൾക്കുള്ളിൽ തീഗോളമായി മാറി. രക്ഷപ്പെടുത്താനായത് വിമാനത്തിന്റെ വാലറ്റത്തുണ്ടായിരുന്ന 2 പേരെ മാത്രം. 175 യാത്രക്കാരും 6 ജീവനക്കാരുമടക്കം 181 പേരിൽ 179 പേരുടെയും അവസാന യാത്രയായി മാറി ജേജു എയർലൈൻസിന്റെ 7C-2216 ബോയിംഗ് വിമാനത്തിലേത്. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ പക്ഷിക്കൂട്ടം ഇടിച്ചെന്ന സൂചന യാത്രക്കാരിലൊരാൾ ബന്ധുവിനയച്ച അവസാന സന്ദേശത്തിലുണ്ടായിരുന്നു. ഞാൻ എന്റെ അവസാന വാക്കുകൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സന്ദേശം. എഞ്ചിൻ ഭാഗത്ത് തീ പടർന്ന വിമാനം ബെല്ലി ലാൻഡിംഗായാണ് റൺവേ തൊട്ടത്. രാജ്യത്തെ എല്ലാവിധ രക്ഷാ സംവിധാനങ്ങളും മുവാനിലേക്ക് എത്തണമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ചോയ് സാങ് മോക് ഉത്തരവിട്ടു. മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാവിലെ 9:07 അപകടമുണ്ടായത്. തായ്ലാന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്ന് മുവാനിലേക്ക് തിരിച്ച ജേജു എയർലൈൻസിന്റെ 7C-2216 ബോയിംഗ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്നവരിൽ 2 തായ് പൗരന്മാരൊഴികെ മറ്റെല്ലാവരും ദക്ഷിണ കൊറിയൻ സ്വദേശികളായിരുന്നു. രക്ഷപ്പെട്ട 2 പേരും സ്ത്രീകളാണ്. ഒരാൾ വിമാന ജീവനക്കാരിയും മറ്റൊരാൾ യാത്രക്കാരിയുമാണെന്നാണ് റിപ്പോർട്ട്. ഇവർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. മോശം കാലാവസ്ഥയും മറ്റു ഘടകങ്ങളും അപകടത്തിലേക്ക് നയിച്ചതായും പറയപ്പെടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.